പറ്റില്ല. അങ്ങനെ നമ്മളെവിടെ എത്തി? നമ്മൾ കാളിമല ഹൈക്കിങ്ങിലാണ്. 1 കിലോമീറ്റർ നടക്കാണ്ട്. 1.5 കിലോമീറ്റർ അല്ലേ? 2:45 സ്റ്റാർട്ട് ചെയ്തു. 2:40. എത്ര മണിക്ക് എവിടെ എത്തും നോക്കാം. അങ്ങനെ ഒരു ഹൈക്കിങ് നടത്തുകയാണ്. ടാസ്ക് ഹൈക്കിങ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല അല്ലേ. കുറച്ച് കയറിയപ്പോൾ തന്നെ നമ്മൾ അടുത്ത് നേരം കയറും. നമ്മൾ 150 മീറ്റർ പോലും കയറി കാണില്ലല്ലേ. കിലോമീറ്റർ എടുക്കണം. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്ന രീതിക്ക് പോകാം. ഒരു പാറ ഇങ്ങനെ വളഞ്ഞ് നിൽപ്പുണ്ട്. എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞാൽ ആ പാറ. അതിഭീകരമായ ഒരു ഗർത്തം, അല്ലാതെ പാറ. വിറകാരം ഉണക്കാൻ വച്ചിരിക്കുന്നതാണ്. ഒരു അടിപൊളി വ്യൂ കേട്ടോ. ഇടയ്ക്കൊരു അടിപൊളി വ്യൂ ഉള്ള സ്പേസ്. പക്ഷേ എന്താ, മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലൊന്നുമില്ല, നല്ല രസമുണ്ട്. ഒടുക്കത്തെ ഹൈക്കിങ് ആയിപ്പോയി മച്ചാന്മാരെ. കടുത്ത് അല്ലേ, രക്ഷയില്ല കേട്ടാ. മുട്ട നെഞ്ചത്തടിക്കാൻ തോന്നുന്നു. ആ രീതിക്കാണ് നടക്കുക അല്ലേ. ഒരുപാട് നടന്നു, പക്ഷേ അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളെത്തിയത്. അതിമനോഹരമെന്ന് തന്നെ പറയാം. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയത്തില്ല. താഴെ നമ്മുടെ നെയ്യാർ റിസർവോയറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പം കാളിമല, ഇടുക്കി വയനാടൊന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിൻ്റെ കാളിമലയാണ്. അതിമനോഹരമായ കാഴ്ചകളുള്ള കാളിമല. കാളിമലയുടെ ട്രക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയാണ് ഈ ഒരു കാളിമല എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത മനോഹരമായിട്ടുള്ളൊരു വ്യൂ കേട്ടോ. എന്താ പറയുക, ആകാശം മുട്ടി നിൽക്കുന്ന വ്യൂ. നമ്മളവിടെ നിന്ന് നടന്നു വന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയിലേക്കാണ് കേട്ടോ. അതെ, പൈൻ മരങ്ങൾക്കിടയിലൂടെ കാളിമലയിൽ നിന്ന് കുരിശുമലയിലേക്ക് അല്ലേ. ഇവിടെ നിന്ന് 10 മിനിറ്റ് യാത്ര ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം അല്ലേ. സ്വർഗഭൂമിയാണ് മക്കളെ, സ്വർഗഭൂമി. അങ്ങനെ ഓക്കെ, ആകാശവും മലയും ചേർന്ന് കിടക്കുന്നൊരു പ്രതിഭാസം. കുരിശുമല ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. പൊളിച്ച് അടിപൊളി. ഓക്കെ, അതിമനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. നമ്മളെ കൊളുക്കുമലയിലെ സെയിം ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ. തണുത്ത കാറ്റും ആ ഒരു മലയും ആ ഒരു സൺസെറ്റും ഒക്കെ ആയിട്ട്.
അപ്പം നമ്മൾ കുരിശുമലയിൽ കയറി കേട്ടോ. കുരിശുമലയിൽ കയറി നമ്മുടെ ട്രക്കിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കുരിശാണ് 13ാമത്തെ കുരിശ്. 14ാമത്തെ കുരിശ് നമ്മൾ മേളിക്കറി കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഇറങ്ങുകയാണ്. ഒരു ചെറിയൊരു മഴക്കാറും ചെറിയൊരു വെയിലും ചെറിയൊരു കോടയൊക്കെ ഉണ്ട് അല്ലേ? ചെറിയൊരു വിശപ്പ്. അത് ഇത്രയും നടന്ന കയറിയതിൻ്റെ വിശപ്പാണ്. ഏതാണ്ട് 2 കിലോമീറ്റർ അടുപ്പിച്ച് ട്രക്ക് ചെയ്താണ് നമ്മളിവിടെ വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 കിലോമീറ്റർ. നമ്മൾ തിരിച്ചിറങ്ങാനാട്ടോ. മലമുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സൂര്യൻ്റെ മനോഹര കാഴ്ചകളോടുകൂടി നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സൺഡേ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാളിമലയിൽ നിന്നും സൺസെറ്റിൻ്റെ വീഡിയോടൊപ്പം അശ്വതിയും കൃഷ്ണകുമാറും. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകളൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.